ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് സിപിഎം. സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. എന്നാൽ കൃത്യമായ നിലപാട് പറയാൻ സിപിഎമ്മും സർക്കാരും തയ്യാറാകുന്നില്ല. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ ഒളിച്ചുകളി തുടരുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഇതിലെ രാഷ്ട്രീയം വ്യക്തമാണ്. 2019 സിപിഎമ്മും സർക്കാരും സ്വീകരിച്ച നയം എന്താണ് എന്നുള്ളത് ഏവരും കണ്ടതാണ്. ഇപ്പോൾ നിലവിലൊരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ സർക്കാർ ഏത് രീതിയിലുള്ള ഒളിച്ചുകളിയാണ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയത്തിനു വേണ്ടി ആചാരലംഘനം നടത്തിയാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെ BJP വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPMും സമ്മർദ്ദത്തിൽ തന്നെയാണ്. സത്യവാങ്മൂലം തിരുത്തി നൽകാനുള്ള സമ്മർദ്ദം തന്നെയാണോ സർക്കാരിന്മേൽ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. സർക്കാരിന്മേൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ട്. പ്രത്യേകിച്ച് നാളെ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി നാളെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോഴും കൃത്യമായൊരു നിലപാട് അറിയിച്ചിട്ടില്ല. മുൻപ് ഈ സത്യവാങ്മൂലം നൽകിയപ്പോൾ അത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടായിരുന്നു. നമുക്കറിയാം 2018 അത്തരത്തിലുള്ള നീക്കങ്ങളും ശ്രമങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്ന സമയത്ത് സംസ്ഥാന സർക്കാർ തന്നെ അതിന് മുൻകൈയെടുത്ത് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ കൃത്യമായ ഇടപെടലോടെ പോലീസിൻ്റെ സഹായത്തോടെ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള നീക്കം നടന്നിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതോടെ അത്തരത്തിലുള്ള നീക്കമെല്ലാം തന്നെ പാളി. ഇത് വലിയ രീതിയിൽ ഒരു ഹിന്ദു സംഘടനകൾക്ക് ഇടയിലും വിശ്വാസി സമൂഹത്തിന് ഇടയിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, നാമജപ ഘോഷയാത്ര അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ, കേരളം മുൻപ് കാണാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഭക്ത സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആ സമയത്ത് ഉയർന്നു വന്ന് ഇത് സർക്കാരിന് വലിയ ഒരു തിരിച്ചടിയായിരുന്നു. കാരണം സർക്കാർ ആ സമയത്ത് യുവതികളെ ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ ഭക്ത സമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കൃത്യമായ ഇടപെടലും ഉണ്ടായിരുന്നത്. ജനം TV അടക്കം കൃത്യമായി തന്നെ ഭക്തർക്കൊപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സത്യവാങ്മൂലം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അത് തിരുത്തിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നാളെ ഇത് വീണ്ടും ഒരു സത്യവാങ്മൂലം പുനഃപരിശോധനാ ഹർജി നാളെ വീണ്ടും പരിഗണിക്കുമ്പോഴും സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഒരു വേളയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിലപാട് സർക്കാർ പറയുന്നില്ല. കാരണം ഈ അനുകൂലമായി ഏതെങ്കിലും തരത്തിൽ പറയുകയാണെങ്കിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടലും എതിർപ്പും ഉണ്ടാകും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യവും സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥയിൽ ഇത് നിലവിലുള്ള നിലപാടിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ സത്യവാങ്മൂലം തിരുത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ഇപ്പോഴും പറയുന്നില്ല. ഈ സംഭവത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായി ഉരുണ്ട് കളിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയവും അതോടൊപ്പം തന്നെ അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയും അടക്കമുള്ളവ വലിയ ചർച്ചയായിരുന്നു. അത് വലിയ തിരിച്ചടി LDF സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം വലിയ രീതിയിലുള്ള തിരിച്ചടി സർക്കാരിന് നേരിട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിൽ പല ഇടങ്ങളിലും NDAയും അതോടൊപ്പം തന്നെ UDF മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശ്വാസി സമൂഹത്തിന് എതിരായി ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൃത്യമായി സർക്കാരിന് അറിയാം. പക്ഷേ മറിച്ചുള്ള നിലപാടും സർക്കാരിനെ സംബന്ധിച്ച് നിലപാടെടുക്കുക എന്നുള്ളതും വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായി സർക്കാർ നിലപാട് പറയുന്നില്ല. എന്തായാലും ഉരുണ്ട് കളി ഇപ്പോഴും LDF സർക്കാർ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൃഷ്ണരാജ, രോഹിണി. ശരി ശിവദാസ്.